കോതമംഗലത്തെ 23-കാരിയുടെ ആത്മഹത്യയിൽ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ. തമിഴ്നാട്ടിൽ നിന്ന് പിടികൂടിയ പ്രതികളെ കോതമംഗലത്ത് എത്തിച്ചു. കേസിൽ 4-ാം പ്രതി സഹദ് കീഴടങ്ങി. ലാൽകൃഷ്ണൻ വിവരങ്ങൾ നൽകും തൊടുപുഴയിൽ നിന്ന്. ലാല്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇനിയിപ്പോൾ എല്ലാ പ്രതികളും ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ 4-ാം പ്രതി സഹദ് കീഴടങ്ങുകയായിരുന്നു അല്ലേ? അല്ല, നമുക്ക് ആ കിട്ടിയ വാർത്തയിൽ ചെറിയ ഒരു തിരുത്തൂടിയുണ്ട്. സഹദ് കീഴടങ്ങിയായിരുന്നില്ല. സഹദിനെ നമുക്ക് പറവൂരിലെ വീട്ടിൽ നിന്ന് പിടികൂടുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. സഹദ് പറവൂരിലുള്ള സഹോദരിയുടെ വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് സഹദിനെ പിടികൂടി കോതമംഗലം പോലീസ്. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള കോതമംഗലം IP-യുടെ നേതൃത്വത്തിലുള്ള സംഘം പറവൂരിലെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്. മറ്റ് രണ്ടുപേരെയും, അതായത് ഈ റമീസിൻ്റെ മാതാപിതാക്കളെ സേലത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്ത്. ഇവർ സേലത്ത് മറ്റ് 2 പേരിൽ ഒളിവിൽ താമസിക്കുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കിട്ടുന്ന വിവരം. ഇവരുടെ ഇറച്ചി വ്യാപാരമാണ് ഇവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ. അതുകൊണ്ട് തന്നെ ഇറച്ചി വ്യാപാരവുമായുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് സേലത്ത് താമസിക്കുകയായിരുന്നു. അവിടെ ഇറച്ചി കച്ചവടം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തുടങ്ങുന്നതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള പ്രത്യേക സംഘം അവിടെ എത്തുകയും ഇവരെ കസ്റ്റഡി എടുക്കുകയും ചെയ്തത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് കോതമംഗലത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഒരു ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയങ്ങൾക്കുള്ളിൽ ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന മൂവാറ്റുപുഴ DYSPയും ഇവിടെ എത്തും. ആത്മഹത്യാ പ്രേരണാക്കുറ്റമാണ് ഇവരുടെ 3 പേരുടെയും പേരിൽ നിലവിലുള്ളത്. അതായത് ഈ പെൺകുട്ടിയെ മാനസികമായി സമ്മർദ്ദത്തിലാക്കി അതുവഴി ആത്മഹത്യയിലേക്ക് നയിച്ചു എന്നുള്ളതാണ് ഇവരുടെ പേരിലുള്ള കുറ്റം. ഇത് കൂടാതെ സഹദിൻ്റെ പേരിലുള്ള മറ്റൊരു കുറ്റം എന്ന് പറയുന്നത് പെൺകുട്ടിയെ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുന്ന സമയത്ത് അതേ മുറിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു സഹദ്. സഹദ് ഈ മർദ്ദനത്തെ തടയാനോ അല്ലെങ്കിൽ പെൺകുട്ടിയെ ഇത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനോ ശ്രമിച്ചില്ല എന്നൊരു കുറ്റം കൂടി സഹദിൻ്റെ പേരിലും ആരോപിക്കപ്പെടുന്നുണ്ട്. എന്തായാലും കോതമംഗലത്തെ 23-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലെ മുഴുവൻ പ്രതികളും നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ട്. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് ഇന്നത്തെ ദിവസം തന്നെ ഈ കേസിലെ പ്രധാന പ്രതിയായ റമീസിൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും അയാളെ കസ്റ്റഡിയിൽ വാങ്ങും എന്ന കാര്യം കൂടി അറിയിച്ചിരുന്നു. പക്ഷേ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിച്ചിട്ടില്ല. കസ്റ്റഡി അപേക്ഷ നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. റമീസിൻ്റെ കേസിൽ കസ്റ്റഡി കാര്യങ്ങൾ ഇവരുടെ അറസ്റ്റിനെ തുടർന്ന് ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം റമീസിനെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ മതി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങൾ ഇനി നീളും. ഇവരെ 3 പേരെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവ് ശേഖരണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. കേസിലെ 4-ാം പ്രതി സഹദിനെ അയാൾ കീഴടങ്ങുകയായിരുന്നില്ല. പറവൂരിൽ അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് പോലീസിന്റെ പ്രത്യേക സംഘം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് കോതമംഗലത്ത്.